ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ആവിയനയുടെ ഫാമിലി. ഇത് ആവിയനയുടെ മോൻ നിക്കിയാണ്. നിക്കിയുടെ ലൈഫിൽ ഒരു വലിയൊരു ഡ്രീം ഇന്ന് റിയൽ ആവുന്നൊരു ദിവസമാണ്. നിക്കി ആഗ്രഹിച്ചതുപോലെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. മോസസ് എന്നാണ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഇരിക്കുന്നത് ട്രിവാൻഡ്രം ഗൗരീശപട്ടം പൊട്ടക്കുഴി റോഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രൈവിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇനോഗ്രേഷൻ പരിപാടിയായിരുന്നു. ഇനോഗ്രേഷൻ ചെയ്തത് കണ്ണമൂല വാർഡ് കൗൺസിലർ രാധാകൃഷ്ണൻ സാറായിരുന്നു. വളരെ വേണ്ടപ്പെട്ട കുറച്ച് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫംഗ്ഷനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നുകയാണ്. കാരണം ബിസിനസ് എന്ന് പറയുന്നത് തന്നെ റിസ്ക് എലമെന്റ്സ് ഉള്ള ഒരു കാര്യമാണ്. അതിലോട്ട് കാലെടുത്ത് വെക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ധൈര്യം കൂടെ വേണം. പിന്നെ ഞങ്ങൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നിക്കിയും ആവിയൻ്റെ ആയിരുന്നു നമുക്ക് ഫുൾ സപ്പോർട്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവരുടെ ഒരു സപ്പോർട്ടിൽ തന്നെയാണ് നമ്മളും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിക്കിയുടെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ദിവസം. അത് ഞങ്ങൾ രണ്ടുപേരുടെയും ഫുൾ ആയിട്ടുള്ള ഒരു പ്രസൻസും ഒരു സപ്പോർട്ടും അവന് കൊടുക്കണമെന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ വളരെയധികം സന്തോഷമുണ്ട്. നിക്കിയുടെ പാഷൻ ഇത് തന്നെയാണ്. നിക്കി ഒരുപാട് ഡ്രൈവിങ്ങിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇത് ബിസിനസ്സിന് പുറമെ നിക്കിയുടെ ഒരു പാഷനും കൂടെയാണ്. അതൊരു എന്താ പറയുക, നല്ലൊരു സക്സസ്സിലോട്ട് വരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നിക്കിക്ക് വിഷ് ചെയ്യുകയാണ്. ഇത് നിക്കിയുടെ സിസ്റ്ററാണ് നിതു ഇതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. ഭയങ്കര ലവിങ് ആയിട്ടുള്ള കുറച്ച് പേഴ്സൺസ് ആണ് ഇവരും എല്ലാവരും. കുട്ടനങ്ങൾക്ക് വരാൻ പറ്റത്തില്ല, എങ്കിൽ ഇപ്പോൾ വന്നിട്ട് പോയതേ ഉള്ളൂ, സ്വിറ്റ്സർലാൻഡിലാണ്. അപ്പം ഈ ഒരു ക്ലാസ് മുറി 2 സെക്ഷനായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ ക്ലാസ് മുറിയായിട്ടും മുകളിൽ ഒരു ഗ്യാരേജ് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കകത്തുള്ള എല്ലാ സാധനങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഇത് എന്തൊക്കെയാണ് സാധനങ്ങളെന്നൊക്കെ ഉള്ളത് എല്ലാം പഠിപ്പിക്കേണ്ട ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ഞാനൊക്കെ 2014 പഠിച്ചപ്പം ഇങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഡെമോ സാധനങ്ങളാണ്. അപ്പം അത് എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. ഇപ്പോഴത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട് നാളത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് നിക്കിയുടെ ഈ ഒരു ഡ്രൈവിംഗ് സ്കൂള്. ഞാൻ 2014 ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത്. പക്ഷേ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ ലൈസൻസ് എൻ്റെ പേഴ്സിൽ തന്നെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈസൻസ് കിട്ടിയ സമയത്ത് എനിക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അന്ന് സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾ കഴിയെ പാസഞ്ചർ സീറ്റിലിരുന്ന് അങ്ങ് സുഖം പിടിച്ചു പോയി. കല്യാണത്തിന് ശേഷമാണ് ഈ ഡ്രൈവിംഗ് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഡ്രൈവിംഗ് അറിയാവുന്ന ആൾ വീട്ടിലില്ല, ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ട്, കാറ് കിടപ്പുണ്ട്, പക്ഷെ ഓട്ടിക്കാൻ അറിയില്ല. ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ പെട്ടു ഗൈസ്. അന്ന് ഞാൻ റിയലൈസ് ചെയ്തു എന്തായാലും ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണമെന്ന്. ഇന്ന് എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്താണ് പോകുന്നത്. ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഡ്രൈവിംഗ് പഠിച്ചെങ്കിലും ഇപ്പം എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതെൻ്റെ ലൈഫ് കുറേ ചേഞ്ച് ചെയ്തെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വീട്ടിൽ എത്ര പേരുണ്ടെങ്കിലും അത്രയും പേര് ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം എന്നുള്ള ഒപ്പീനിയനാണ് എനിക്കുള്ളത് കേട്ടോ. പാൻറ്റ് ഞങ്ങൾക്ക് വേണ്ടി ചിക്കൻ ബിരിയാണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അന്നത്തെ ഒരു ദിവസം ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ.